BN ഹസ്കർ, ഇതിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഡൽഹി മാതൃകയിലുള്ള ഒരു മദ്യനയ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഹസ്കറും ആരോപിക്കുന്നത് അതാണ്. നേരത്തെ പണം പിരിച്ചതിന് ശേഷം ബാർ ഉടമകൾക്ക് ഉറപ്പ് നൽകുക, തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ മദ്യനയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നുവെന്ന് ഉറപ്പ് കൊടുക്കുക. ആ ഉറപ്പ് പ്രകാരം 1 മണിക്കൂർ ദീർഘിപ്പിച്ചു കൊടുക്കുന്നു. കൂടാതെ 12 ഡ്രൈ ഡേകൾ ഒഴിവാക്കി കൊടുക്കുന്നു. റെസ്റ്റോറൻറ്റുകളിൽ ആവശ്യത്തിന് ബിയർ പാർലറുകൾ സീസൺ കാലത്ത് അനുവദിക്കാനുള്ള ഒരു സമീപനമെടുക്കുന്നു. അപ്പോൾ ഇതൊരു ഡൽഹി മാതൃകയിലുള്ള ഒരു പോളിസി ചേഞ്ചാണ്, മദ്യനയത്തിലെ മാറ്റമാണെന്നാണ് BJPയുടെ ആരോപണം. എല്ലാ വർഷങ്ങളും ഇടതുമുന്നണിയും ഏത് ഗവൺമെൻറ് ആണെങ്കിലും മദ്യനയം പ്രഖ്യാപിക്കാറുണ്ട്. ആ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കുന്നതിന് ഇടതുപക്ഷവും UDFും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇടതുപക്ഷം എല്ലാ കാലത്തും അത് ചർച്ച ചെയ്തു. CPMനുള്ളിലും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ളിലും ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇതുവരെയുള്ള എല്ലാ മദ്യനയങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ആ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ ലോകത്ത് മാത്രമാണ്. ഇത് 2014 വന്ന ആദ്യ ബാർകോഡ വിവാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് അന്നത്തെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ ബാറുകളെല്ലാം പൂട്ടിയതിനു ശേഷം തുറക്കുന്നതിനായി 5 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും അതിൽ 1 കോടി കൊടുത്തു എന്നും അതിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത്. ഇവിടെ വന്ന ശബ്ദ സന്ദേശത്തിൽ അനിമോൻ പറയുന്നത് എന്താ? ഈ വാലും തലയും ഇല്ലാത്ത ഒരു ശബ്ദ സന്ദേശം. കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അത് ഇപ്പോ അതാണ് BN ഹസ്കർ. ഇപ്പോൾ അനിമോൻ ക്രൈംബ്രാഞ്ചിനും ഇതേ മൊഴി തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. കൊടുക്കേണ്ടവർക്ക് കൊടുത്താലേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അവരുടെ സംഘടനയിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി അവർ തന്നെ പിരിച്ചെടുക്കുന്നതിൽ പിന്നെ കൊടുക്കേണ്ടത് ആർക്കാണ്? അതാ കോൺട്രാക്ടർക്ക് കൊടുക്കുക, പണി കഴിഞ്ഞു പോവുക എന്നതിനും അപ്പുറം. രണ്ടാമത്തെ പ്രസക്തമായ കാര്യം, ഈ പണപ്പിരിവ് ചർച്ചകൾ വാട്സാപ്പിൽ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന മദ്യനയമായിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാന ചർച്ചാ വിഷയം. കെട്ടിട നിർമ്മാണമായിരുന്നില്ല. ആ ചർച്ചയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ തവണ അവർ മീറ്റിംഗ് കൂടിയത്. ആ വ്യാഴാഴ്ച ചേർന്ന മീറ്റിംഗിൽ പ്രധാനപ്പെട്ട വിഷയം മദ്യനയത്തിൽ വരാൻ പോകുന്ന മാറ്റവും അതിനുവേണ്ടി എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അനിമോൻ പറഞ്ഞിരിക്കുന്ന മൊഴി ഒരു പ്രതിരോധം തീർക്കുകയാണ്, രക്ഷപ്പെടാനുള്ളൊരു വഴിയൊരുങ്ങുന്നു എന്നതിനും അപ്പുറം മറ്റൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇത് ഫെഡറേഷൻ ഓഫ് ബാർ ഹോട്ടൽസ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് കൃത്യമായി പ്രധാനപ്പെട്ട അബ്കാരി നയത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അവരത് ചർച്ച ചെയ്യുമല്ലോ. വരാനിരിക്കുന്നില്ല, എല്ലാ വർഷവും അവർ ചർച്ച ചെയ്യും. അതാണ് ആ സംഘടനയുടെ ഉദ്ദേശം. ഏതൊരു സംഘടനയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണ്ടിയിട്ടാണ് അവർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് അവരുടെ ആങ്സൈറ്റി മദ്യനയത്തെക്കുറിച്ചാണ്. ഇവിടെ ഉപഭോഗത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ UDF കാലത്തും LDF കാലത്തും വലിയ വ്യത്യാസമുണ്ടെന്ന്. 1706 ലക്ഷം കേസ് മദ്യമാണ് UDFിൻ്റെ കാലത്ത് വിറ്റത്. ഞങ്ങൾ ബാറുകളുടെ എണ്ണം കൂട്ടി 801 ആക്കിയിട്ടും ഇവിടെ മദ്യം വിറ്റത് 1609 ദശലക്ഷം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഉപഭോഗം കുറഞ്ഞു. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 18.32% റവന്യൂ വരുമാനം UDFിൻ്റെ കാലത്ത് മദ്യത്തിൽ നിന്നായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് 13.42% കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. അതാണ് മുക്തി പോലുള്ള സംഘടനകൾ ചെയ്ത പരസ്യങ്ങളുടെയും അത്തരം പ്രചരണങ്ങളുടെയും ഫലമായി വന്നിട്ടുള്ളതാണ്. അങ്ങനെയല്ല ഞങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യവർജനം നടത്തണം എന്നു തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ആ നിലപാടിലേക്ക് ഞങ്ങൾ അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. Debate with Arun Kumar.